ബഹുമാന്യരായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീമതി ജെ പി മേത്തർ, KSU പ്രസിഡന്റ് അലൂഷി, മറ്റു ബഹുമാന്യരായിട്ടുള്ള MP-മാർ, MLA-മാർ, KPCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, മഹിളാ കോൺഗ്രസ് നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായ ഒരു ചടങ്ങിനാണ് ഇന്ന് വണ്ടിപ്പെരിയാർ സാക്ഷ്യം വഹിക്കുന്നത്. 2021 ജൂൺ 30 ഈ കൊച്ചു പട്ടണത്തിൽ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള ഒരു കൃത്യം, 5.5 വയസ്സുള്ള ഒരു പിഞ്ച് ദളിത് ബാലിക ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്ന ഒരു കൊച്ചു ബാലിക അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ദിവസമായിരുന്നു അത്. ആ കൊലപാതകത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം മുഴുവൻ കൊലപാതകം നടന്ന ഒരു ദിവസം മുഴുവൻ എടുത്തു പോലീസിന് ആ കൊലപാതക സ്ഥലത്തെത്തിച്ചു വരാൻ പോലും. കേരളത്തിൽ, ഇന്ത്യയിൽ പോലും കേട്ടുകേൾവില്ലാത്ത 5.5 വയസ്സുള്ള പിഞ്ചു ബാലിക മരിച്ചാൽ പോസ്കോ നിയമം അനുസരിച്ച് ചെയ്യേണ്ട യാതൊരുവിധമായ നടപടിക്രമങ്ങളും ചെയ്യാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അസാധാരണമായ നടപടിയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അവർ ഒരു ദിവസം ആ സ്ഥലത്ത് ചെന്നെത്തി പരിശോധനയ്ക്ക് ചെന്നത് പോലും ഒരു ദിവസം കഴിഞ്ഞിട്ട്. പിന്നീട് കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരാദ്യം പോലീസ് ചെയ്തത് സ്വാഭാവിക മരണമാക്കി മാറ്റാൻ. 5.5 വയസ്സുള്ള കൊഞ്ചുകുട്ടി സ്വയം ആത്മഹത്യ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലല്ലോ നമ്മുടെ പോലീസ് സേന. പക്ഷേ അവര് അതാണ് ചെയ്തത്, അസ്വാഭാവിക മരണമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ പിഞ്ചുകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു, അതിനുശേഷം കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടത്. പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. DYFI സഹപ്രവർത്തകൻ. 5.5 വയസ്സുള്ളൊരു പിഞ്ചുകുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു കഴിഞ്ഞിട്ട് കേരള പോലീസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ഒരു സബ് ഇൻസ്പെക്ടറെയാണ്. പിന്നീട് ഈ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പരാമർശിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. വിരലടയാളം പോലും എടുക്കാൻ പറ്റിയില്ല, രേഖപ്പെടുത്തിയില്ല. ശാസ്ത്രീയ തെളിവുകൾ മുഴുവൻ സൂക്ഷിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. അന്വേഷണത്തിന് നാൾവഴികളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുകയായിരുന്നു പോലീസ് ആത്യന്തം ചെയ്തത്. ഇതെങ്ങനെയാണ് പറ്റുക? ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ആ പ്രതിക്ക് ഇത്രയും വലിയ കവചം, സംരക്ഷക കവചം ഒരുക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കും ഈ നാട്ടിലുണ്ടാവുക? കേസ് ബാധിക്കാൻ അഡ്വക്കേറ്റ് അശോകൻ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെയുള്ള പാനലിനെ റിജക്ട് ചെയ്തുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് ആ പാനലൊന്നും പെടാത്ത ഒരു സഖാവിനെ പ്രോസിക്യൂട്ടറാക്കി വെച്ചു. അപ്പൊ ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ, സംഭവം നടന്ന അന്ന് മുതൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാ കവചവുമായിട്ട് നിൽക്കുന്നത് ആരാ? ഇരയെ സംരക്ഷിക്കേണ്ട സർക്കാർ, ഇരയെ സംരക്ഷിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ
ഇരയെ സംരക്ഷിക്കാതെ പ്രതിയുടെ ഗോഡ് ഫാദർ ആകുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. എന്ത് ക്രൂരമാണ് സുഹൃത്തുക്കളെ. ഇന്നലെ നടന്ന കാര്യം, ആ പിഞ്ചുകുട്ടിയെ കൊന്ന നരാധമനെ വെറുതെ വിട്ടു സർക്കാരിന്റെ എല്ലാ ഒത്താശകളോടും കൂടി. എന്നിട്ടും എല്ലാ സുരക്ഷാ വലയങ്ങളോടും കൂടി പ്രതിയുടെ ബന്ധുക്കൾക്ക് ആ പാവപ്പെട്ട ഇരയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ആത്മീയ ധൈര്യം കൊടുത്തത് ആരാണ്? ഇത്രയും ഭീകരമായൊരു സംഭവത്തിലെ പ്രതിയായ സഹോദരന്റെ ആ പ്രതിയുടെ ബന്ധുക്കൾക്ക് ഇരയുടെ അച്ഛനെ ആക്രമിക്കാൻ അതിന് ധൈര്യം കൊടുത്തത് ആരാണ്? അതിന് ധൈര്യം കൊടുത്തത് CPM-ഉം കേരള സർക്കാരുമാണ് എന്ന് ഒരു സംശയം കൂടാതെ പറയാൻ നമുക്ക് സാധിക്കും. അതിന് ധൈര്യം കൊടുത്തത് CPM-ഉം കേരള സർക്കാരുമാണ്. ഇത് എല്ലാ കാര്യത്തിലും പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കാർബൺ കോപ്പിയാണ്. പിന്നെ ഇതിലെന്തിനാ മാത്രം അല്ലാതിരിക്കുന്നത്? ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ കാർബൺ കോപ്പി എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ യഥാർത്ഥ പതിപ്പായിട്ട് തന്നെ പിണറായി വിജയൻ മാറിയില്ല. ഞാൻ പോയതാണ് ഹത്രാസിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടുമൊപ്പം. അവിടെയും ഒരു ദളിത് പെൺകുട്ടിയാണ് ഇതുപോലെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടത്. ആ കുട്ടിയുടെ ശവശരീരം പോലും സംസ്കരിക്കാൻ അവർ അനുവദിച്ചില്ല. അവസാനം ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാ പോലീസ് വിലക്കുകളെയും ലംഘിച്ച് അവിടെ എത്തി പോരാട്ടം നടത്തിയത്. ഇവിടെയും ഈ കേസ് തുടങ്ങിയ അന്നു മുതൽ ഇതിന്റെ നാൾവഴികളിലെല്ലാം അതല്ലേ. സ്ത്രീ സംരക്ഷണത്തിന്റെ പേരിൽ വനിതാ മതിൽ തീർക്കുന്ന സഹോദരിമാരെ, വനിതാ മതിലല്ല ആവശ്യം, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള നിയമസമാധാനം ഉറപ്പുവരുത്തുകയാണ്. അതിന് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ വട്ടപൂജ്യമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതികളോടൊപ്പം നിൽക്കുന്ന യാത്ര ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന്? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ ഇത്? കേസ് അന്വേഷണത്തിന്റെ എല്ലാ വഴികളിലും 5.5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഇൻഫോർമേഷൻ എത്തുക കേരള മുഖ്യമന്ത്രിക്കാണ്. നമുക്കറിയാമല്ലോ ഇന്റലിജൻസ് സിസ്റ്റം, പോലീസ് സംവിധാനം, അദ്ദേഹത്തിന് ആദ്യം ആ വിവരം കിട്ടും. എന്താണ് അദ്ദേഹം റിയാക്ട് ചെയ്തത്? അത് എവിടെ റിയാക്ട് ചെയ്തു? അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ഒരേ കുട്ടി ചേച്ചി ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇവരുടെ പരാതി ആരാ പരിഹരിച്ചത്? അവരെ പോലെ 10,000 മറിയക്കുട്ടിമാരുടെ ശാപം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പരാതികള് വാങ്ങിച്ച് പരിഹരിക്കാനല്ല, ആ പരാതികളെ ഭ്രൂണഹത്യ ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ എല്ലാ സമയത്തും, അത് തുടക്കത്തിൽ തന്നെ ഭ്രൂണഹത്യ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ സ്നേഹിതന്മാരെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, വൈകാരിക തലങ്ങളിലേക്ക് നമ്മളെല്ലാം കൊണ്ടുപോകുന്ന അതിസങ്കടകരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ പുറത്ത് നമ്മുടെ മനസ്സിലുള്ള ആത്മരോഷം പ്രതിഫലിക്കേണ്ട ഒരു മഹത്തരമായ പരിപാടിയാണ് ഈ പരിപാടി. ഇത് കോൺഗ്രസിന്റെ സാധാരണ പരിപാടിയല്ല. വാളയാറിൽ സംഭവിച്ചത് എന്താണ് നമുക്കറിയാം. ഇന്ത്യയിലാകമാനം 1.5 ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം ആക്രമിച്ചുകൊണ്ടിരിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുട്ടികൾ. 3% കൺവിക്ഷൻ റേറ്റ്, 3%. കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്ന അവസ്ഥയാണുള്ളത്. മോഡി ചെയ്യുന്നത് തന്നെ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ. സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ. സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ ഏറ്റവും അഭ്യസ്തവിദ്യയിൽ താമസിക്കുന്ന നാടെന്ന് പറയുന്ന കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. അപ്പം ഇത് ഒരു സംശയവും വേണ്ട, ആ കുട്ടിയുടെ ആത്മാവ്
ഇന്ന് ഈ ജ്വാലയിൽ പങ്കെടുത്ത ഓരോ സഹോദരിമാരോടൊപ്പവും ആ പിഞ്ചുകുട്ടിയുടെ ആത്മാവ് തേക്കുന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ സഹോദരന്മാർ ഒന്നിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതും അത് തന്നെയാണ്. അത് നമ്മൾ വീണ്ടും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇടുക്കി എന്ന് പറഞ്ഞ പ്രദേശം നിങ്ങൾക്കറിയാം, പാവപ്പെട്ട ഒരു തൊഴിലാളി കുട്ടി, അതും നേരത്തെ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആ കുട്ടിയുടെ ജാതി മാറ്റാൻ പോലും പോലീസ് ശ്രമിച്ചു എന്ന് പറയുന്നത് എത്ര ഹീനമാണ്. എന്ത് നടപടി കേരള സർക്കാർ സ്വീകരിച്ചു ആ അന്വേഷണം നടത്തിയ ആൾക്കെതിരായിട്ട്? വിചാരണയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് എന്ത് അന്വേഷണം നടത്തി? നമ്മൾ ആവശ്യപ്പെടുന്നു ആ അന്വേഷണത്തെക്കുറിച്ച്, വിചാരണ വേളയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണ വേളയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെടാനായിട്ടുള്ളത്. അവരന്വേഷണം നടത്തും. ഇത് കേവലം നിസ്സാരമായി തേച്ചു മാച്ച് കളഞ്ഞ് ഇപ്പൊ അപ്പീൽ കൊടുത്തിരിക്കുന്നു. ഈ അപ്പീലിൽ തന്നെയല്ല സ്ഥിതി. അപ്പീൽ ഒത്തുകളിയായിരിക്കും. അതിന്റെ തെളിവാണല്ലോ ഇന്നലെ ആ പാവപ്പെട്ട കുട്ടിയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ധൈര്യം പ്രതികളുടെ ആൾക്കാർക്കുണ്ടായത്. ഇവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ആക്രമിക്കാൻ CPM-കാർ വന്നത് അതിന് മറ്റൊരു തെളിവാണല്ലോ. എത്രമാത്രം വലിയ സംരക്ഷണ കവചം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ള തെളിവാണ്. എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കോൺഗ്രസിന്റെ എൻ്റെ സഹപ്രവർത്തകരോടും പറയാനുള്ളത്, ഇവിടെ പ്രതിപക്ഷ നേതാവ് കൂടെയുണ്ട്, അദ്ദേഹം അക്കാര്യത്തിൽ ജാഗ്രതയുള്ളവരാണെന്ന് എനിക്കറിയാം. കണ്ണിലെണ്ണയൊഴിച്ച് ഇതിന്റെ അപ്പീൽ കേസുകൾ കാത്തിരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിശ്ചയദാർഢ്യത്തോടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് പോലും. ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ പേര് പേടിച്ചില്ല നിങ്ങൾ വോട്ട് വാങ്ങിയത്. ഈ കുട്ടിയുടെ ജീവിത പശ്ചാത്തലം നോക്കിയപ്പോഴാണ് ലയങ്ങളുടെ പശ്ചാത്തലം എന്താണ്? ഇടുക്കിയിലെ ലയങ്ങളുടെ പശ്ചാത്തലം എന്താണ്? UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ലയങ്ങൾക്ക് വേണ്ടി അതിന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പാക്കേജുകളും ഈ സർക്കാർ അട്ടിമറിച്ചു. 700 രൂപ ശമ്പളം കൊടുക്കും തോട്ടിൽ തൊഴിലാളിക്ക് മിനിമം ശമ്പളമാക്കുമെന്ന് പറഞ്ഞവർ 41 രൂപയാണ് ഈ നാൾ വരെ വർദ്ധിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. തോട്ടം തൊഴിലാളിക്ക് ലൈഫിൽ വീടില്ല. ആ ലയങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി ജീവിത പശ്ചാത്തലം മാറ്റപ്പെടുത്താൻ എന്ത് ചെയ്തു? ഈ മലയോര മേഖലയിലെ കൃഷിക്കാരനും പാവപ്പെട്ടവനും ഭക്ഷിക്കാൻ എന്ത് ചെയ്തു സർക്കാർ? നിർമ്മാണ നിയമം ആകെ ബാധകമാകുന്നത് ഈ പാവപ്പെട്ട ഹൈറേഞ്ചിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരനെ കൃഷിക്കാരനും തൊഴിലാളിക്കുമാണ്. ഫലത്തിൽ പിണറായി വിജയന്റെ ശത്രുതയുള്ള, ആ സർക്കാരിന്റെ ശത്രുതയുള്ള ഒരു ജില്ലയായി ഇടുക്കി മാറി എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം, അതും ഒരു ലയത്തിൽ വെച്ചുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നുള്ള കവിവാക്യം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട്, ഈ ഓരോ കണ്ണുനീരിനും പകരം ചോദിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടിയുടെ ആത്മാവിനെ ശാന്തി തരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കാളിയാകണം. അതിനുള്ള പരിശ്രമമാണ് ഇവിടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു പരിപാടിയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ നിറഞ്ഞ വേദനയോടെങ്കിലും കരുത്തുള്ള മനസ്സോടുകൂടി നമുക്കൊരു കാര്യം പറയാം. ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടവുമായി, ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളുമായി നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വാളയാറിൽ സമാനമായ സാഹചര്യത്തിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കേസിലും കേരള സർക്കാർ മൗനമാണ് അവലംബിച്ചത്. ആ വാളയാറിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്മരണ ഉയർത്തുന്ന, വാളയാറിൽ നിന്നും ആരംഭിച്ച ഈ സമ്മേളന നഗരിയിലേക്കുള്ള ജാഥ നയിച്ച 3 സഹോദരിമാർ KSUവിന്റെ സംസ്ഥാന
വൈസ് പ്രസിഡന്റ് ആൻ മേരി സെബാസ്റ്റ്യൻ, അരിത ബാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബിന തുടങ്ങിയവർ അവിടെ നിന്നും കൊളുത്തിയ ദീപശിഖ ബഹുമാന്യനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവരുടെ കൈകളിലേക്ക് കൈമാറി ഇവിടെ ദീപം കൊളുത്തുന്നു. സ്ത്രീ പീഡകർക്കെതിരായി, ഈ സർക്കാരിലെ ക്രൂര വിനോദങ്ങൾക്കെതിരായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഗ്നിയാണ്, സ്ത്രീ ജ്വാലയാണ് ഇവിടെ തെളിഞ്ഞുയരുന്നത്. ഈ സ്ത്രീ ജ്വാല കേരളത്തിലെ സർക്കാരിന്റെ തിന്മകൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ട AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവരെ ക്ഷണിക്കുന്നു. Respected AICC General Secretary, Organization KC Venugopal ji, Sadindran ji, Satishan ji, all the MPs and MLAs sitting on the dais, district presidents, all my sisters sitting in the front. I'm not taking all of your names, but I'm really honored to be here. I can't speak Malayali, but I can understand and feel your pain, what you are having in your heart. I am from Bengal, and 35 years we have fought CPIM and left parties. So I can understand the pain, what you feel in your heart. We have fought against them. I am not a person to speak a long speech over here. But the incident happened here with a 6-year-old child, a girl child. It hurts us. She has been raped and murdered. And you people, we have come here to get justice. We have come here for social justice. I am very thankful to JB that she has called all our Mahila Congress here. We have gathered all the Mahila Congress because Nari Shakti is the main Shakti. I believe in Adi Abadi. We are 50% of the entire population. So that 50%, on behalf of that 50% representation, I will say, keep the protest on. Be ready. Be ready to fight this hooliganism. Be ready to fight, to protest against all atrocities for women. And be ready to fight the criminalism of the BJP government. BJP and left, they are together. They have tacit understanding among them in Kerala. So we have to fight. We have to fight. Get ready. Get ready. Yangam Tayyar. Thank you. ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்கள். പ്രിയപ്പെട്ട സജീന്ദ്രൻ, ബഹുമാന്യരായ ശ്രീ KC വേണുഗോപാൽ, ശ്രീമതി ദീപാദാസ് മുൻഷി, വേദിയിലും സദസ്സിലുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര് വീണ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അത് തോരാത്ത കണ്ണുനീരായി നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ പൊള്ളിക്കുകയാണ് ആ കണ്ണുനീർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 വയസ്സുള്ള നമ്മൾ ലാളിക്കേണ്ട പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ട് ഒരു ഗവൺമെൻറ്റും പോലീസ് സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ്.
ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയ ആളാണ്. വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് ഈ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞിന് സംഭവിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് എഴുതിയ കത്തിലെ ആദ്യത്തെ വാചകം. നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ വകുപ്പ് ഇതിൽ ചേർക്കണം. അത് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനൊരു ധനസഹായം കിട്ടുമായിരുന്നു. അത് ചെയ്തില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ വേണ്ടി ഒരുപാട് ഇവർ വൈകി. എന്നിട്ട് പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പോലീസും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി പോസ്റ്റ്മോർട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന ഒരു പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമമാണ്. ഇന്നലെ ഇവിടെ നടന്നത് UP-യിലെ ഉന്നാവോയിൽ നടന്ന അതേ സംഭവമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ പാഞ്ഞെടുത്ത UP-യിലെ അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു, യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് ചെയ്യുമ്പോൾ ഇവിടെ CPM-കാർ വാരിക്കുന്തവും കയ്യിൽ ബിയറിന്റെ കുപ്പിയുമായി നിൽക്കുകയാണ്. ആരെ സംരക്ഷിക്കാൻ? ഈ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തവര് ശിക്ഷിക്കപ്പെടണം എന്നല്ലേ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്? അത് CPM-നെതിരായ സമരമായിരുന്നു. ആ സമരം പ്രതിയെ ശിക്ഷിക്കണം എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടപ്പോൾ അവരെ നേരിടാൻ വാരിക്കുന്തവും ബിയറിന്റെ കുപ്പിയുമായി വന്നു. ഇന്നലെ ഈ പെൺകുട്ടിയുടെ പിതാവിനെ, അദ്ദേഹത്തിന് അവരുടെ മുത്തച്ഛനെ ക്രൂരമായി പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ചു. എവിടേക്കാണ് പ്രതി ഓടിക്കയറിയത്? CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതി ഓടിക്കയറിയത്. ആരാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഇവരാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി. എത്ര മനസാക്ഷിയില്ലാത്തൊരു പാർട്ടിയായി ഇവർ അധപ്പതിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റ് കണ്ണും കാതുമില്ലാത്ത മനസ്സുമില്ലാത്ത ഗവൺമെന്റാണ്. ആരെങ്കിലും സഹിക്കുമോ ഈ ക്രൂരമായ കൊലപാതകം? ആ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് കുടപിടിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ നടപടികളും അന്വേഷണവും അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ വേണുഗോപാൽ പറഞ്ഞ വാചകം നമ്മളോട് ആവശ്യപ്പെട്ടത് ഞാൻ ഏറ്റുപറയുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണും കാതും മനസ്സും ഈ കേസിൽ അർപ്പിച്ച് ഇതിന്റെ അവസാനം വരെ, ഈ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ, നീതി നടപ്പാക്കുന്നത് വരെ, ആ കുടുംബത്തിന്റെ കണ്ണീര് തോരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും ആ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിന്റെ ആത്മാവിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിജയധരണി MLA, அன்பார்ந்த சகோதர சகோதரிகளே, தாய்மார்களே, பெரியோர்களே, என் தமிழின மக்களே, உங்களோடு நான் இன்றைக்கு இந்த துக்கத்தில் பங்கெடுக்கிறேன் என்பதை தான் நான் முதலில் பதிவு செய்கிறேன். எங்களுடைய மேடையில் அமர்ந்திருக்கும் திரு KC வேணுகோபால் அவர்களே, திரு சதீசன் அவர்களே, அம்மையார் தீபாதாஸ் முன்ஷி அவர்களே, திரு விஸ்வநாதன் அவர்களே, மேலும் அனைத்து பாராளுமன்ற சட்டமன்ற இந்நாள் முன்னாள் உறுப்பினர்களே, மகிழா காங்கிரசின் நிர்வாகிகளே, மகிழா காங்கிரசின் இந்நாள் முன்னாள் தலைவர்களே, அனைவருக்கும் என் வணக்கத்தை தெரிவித்து, இன்றைக்கு நான் மிகவும் துக்கமான ஒரு சூழ்நிலையில், நீங்கள் கருப்பு துணி அணிந்திருக்கிறீர்கள், ஆனால் இதயத்தில் கருப்பை மட்டுமே ஏந்திக்கொண்டு இன்றைக்கு துக்கத்தோடு உங்களோடு நான் பகிர்ந்து செல்கிறேன், நடந்து செல்கிறேன், பார்த்து செல்கிறேன் என்றால், நிச்சயமாக ஒரு சிறுமிக்கு இழைக்கப்பட்ட ஒரு துன்பம் என்று பார்க்கும் பொழுது இன்றைக்கு நாம் சிறு குழந்தைகளை பெற்றெடுத்த தாயாக இருக்கிறோம், சிறு குழந்தைகளை தங்கையாக பெற்றிருக்கிறோம். அப்படி சிறுமிகளை குரோதப்படுத்துகிற ஒரு நாடு என்றால் அந்த நாட்டில் ஆட்சி நடக்கிறதா இல்லை அராஜகம் நடக்கிறதா என்ற கேள்வியை நாம் எழுப்ப வேண்டும்.
இந்த நாட்டில் 6 வயது சிறுமி கற்பழிக்கப்பட்டு கொலை செய்யப்படுகிறார் என்றால் இது நாடு முழுவதும் நடந்து கொண்டிருக்கிறது என்று கூறலாம். ஆனால் கேரளாவில் நடக்கிறது என்றால் எங்களுக்கெல்லாம் ஆச்சரியமாக இருக்கிறது. குறிப்பாக நம் தமிழின பெண்கள் சிறுமிகள் இங்கு பாதுகாப்பாக இருக்கிறார்கள் என்று நாங்கள் எல்லாம் நம்பிக்கொண்டிருக்கிறோம். ஆனால் இந்த வண்டிப்பெரியாறில் இருக்கக்கூடிய தமிழின மக்களுக்கு அச்சுறுத்தல் இருக்கிறது என்பதுதான் இன்றைக்கு நான் பார்த்து கொண்டிருக்கிற ஒரு விஷயமாக இருக்கிறேன். தமிழின பெண்களுக்கு இன்றைக்கு பாதுகாப்பற்ற ஒரு சூழ்நிலை இங்கு ஏற்பட்டு கொண்டிருக்கிறது. இதற்கு முந்தைய இருந்த காங்கிரஸ் ஆட்சி தமிழின பெண்களுக்கும் சிறுமிகளுக்கும் பாதுகாப்பு அளித்தது. ஆனால் இன்றைக்கு நடந்து கொண்டிருக்கிற இந்த ஆட்சியோ, இந்த இடதுபட்ச ஆட்சி, நிச்சயமாக இந்த குழந்தையின் சாபத்தாலேயே அது எடுத்தறியப்பட வேண்டும் என்பதுதான் என்னுடைய ஒற்றை கூற்று. அந்த வகையில் ஒரு 6 வயது சிறுமிக்கு என்ன தெரியும்? அந்த குழந்தையை இப்படியெல்லாம் குரோதப்படுத்தி கொலை செய்து தூக்கிலிட்டு அதை ஒரு கட்சியின் நிர்வாகியே செய்திருக்கிறார் என்று கேட்கும் பொழுது மிக அதிர்ச்சியாக இருக்கிறது. நான் கேட்பதெல்லாம் ஒன்றுதான். இந்த கட்சியின் நிர்வாகி இந்த தவறை செய்திருக்கிறார் என்றால் எதிர்க்கட்சிகள் எல்லாம் நாம் சொல்லிக் கொண்டிருக்கிறோம், இந்த நிர்வாகி இப்படி செய்திருக்கிறார். நான் கேட்கிறேன், இந்த காவல்துறை என்பது யாருடையது? அது ஒரு ஆட்சிக்குண்டானதா? அது ஒரு தனிநபருடைய சொத்தா? இல்லை, அது மக்களின் சொத்து. காவல்துறை என்பது பொதுமக்களின் சொத்து. அந்த காவல்துறை எவ்வாறு இயங்க வேண்டும்? ஒரு ஆட்சி கட்டிலில் இருக்கக்கூடிய அவர்களின் கைக்கூலிகளாகவும் அவர்களுக்கு காலடி சேவகம் செய்கிறவர்களாகவும் இருப்பார்களேயானால் நிச்சயமாக அப்படிப்பட்ட காவல்துறை, அடிமை காவல்துறைக்கு நாம் பாடம் கற்பிக்க வேண்டும். அந்த காவல்துறைக்கு தெரியாதா இந்த குழந்தைக்கு உடனடியாக அந்த போஸ்ட்மார்ட்டம் செய்திருந்தால், அந்த டிஎன்ஏ சாம்பிள்ஸ் உடனடியாக கிடைத்திருந்தால் இந்த வழக்கு எந்த திசையை நோக்கி சென்றிருக்கும், எந்த குற்றவாளி எந்த குற்றத்தை செய்திருக்கிறார் என்பதை உறுதியாக கோர்ட்டுகளும் ஒரு முடிவுக்கு வந்திருக்கும். ஆனால் சாட்சியங்களை கலைப்பதற்காகவும் போஸ்ட்மார்ட்டத்தை இல்லாமல் ஆக்குவதற்காகவும் அந்த ரிப்போர்ட்டை மாற்றி எழுதியும் இன்றைக்கு அரசு துறை நிறுவனங்கள் எல்லாம் ஒன்று சேர்ந்து ஒரு தனிநபரை காப்பாற்றுவதற்காக எடுத்த முடிவு என்பதில் மாற்று கருத்து இல்லை. இதை எதிர்த்து நாம் போராடியே ஆக வேண்டும். குறிப்பாக பெண்களாகிய நாம் போராடியே ஆக வேண்டும். பெண் சிறுமிகளின் பாதுகாப்பு இல்லை என்றால் தாய்மார்கள் நாம் வாழ்ந்து பிரயோஜனம் இல்லை. அதுதான் உண்மை. ஆகையால் இன்று உணர்வோடு நான் சொல்கிறேன், பெண் குழந்தைகளை பெற்றெடுத்த தாய் என்ற முறையில் நான் கூறுகிறேன், இப்படிப்பட்ட ஆட்சிக்கும் இப்படிப்பட்ட காவல்துறைக்கும் நிச்சயமாக பாடம் கற்பிக்க வேண்டும். இன்றைக்கு கோர்ட்ல அந்த அக்யூஸ்டுக்கு, அந்த கன்விக்டுக்கு, என்ன பொறுத்த வரைக்கும் கன்விக்ட் தான், ஆனா அக்யூஸ்ட் அண்டர் ட்ரையல் ஸ்டேஜ்லயே இவரை அக்விட்டல் கொடுக்கறாங்க. என்ன சொல்றாங்க? இந்த சாட்சியங்கள் போதாது. ஏன்? நீங்க டிஎன்ஏ சாம்பிளை ஒழுங்கா எடுத்திருந்தீங்கன்னா அந்த சாட்சியம் ஒன்றே போதுமானது. ஏன் எடுக்கல? உண்மையான குற்றவாளி அப்ப யாரு? இதே போலீஸ் கண்டுபிடிச்சதா? அதை ப்ரொடியூஸ் பண்ணோம் இல்லையா? 3 வருஷம் கேஸ் நடந்திருக்கு. இந்த 3 வருஷம் கேஸ்ல அந்த உண்மையான குற்றவாளி, அப்ப இவர் இல்லைன்னா இன்னொரு குற்றவாளி இருப்பார் இல்லையா? அந்த குழந்தை என்ன தன்னைத்தானே பிராண்டிக்கிட்டு தூக்கி செத்து போகுதா? இல்ல இல்ல. அந்த குற்றவாளி யாருன்னு காவல்துறை ஏன் காமிக்கல? ஏன் சொல்லல? இப்படிப்பட்ட லேப்ஸ் எல்லாம் இன்னைக்கு சட்டத்துல ஓட்டைகளாக இருந்துகிட்டு இருக்கு. நானும் ஒரு வக்கீல் தான், ஒரு உச்ச நீதிமன்ற சுப்ரீம் கோர்ட் வக்கீல் தான் நானும். நான் கேட்கிறேன், இத மாதிரி ஓட்டைகள் எல்லாம் அடைக்கணும்னா நிச்சயமாக பலமான ஒரு ஆட்சி தேவை. இன்னைக்கு இருக்கக்கூடிய ஆட்சி 10 வருஷத்தை நிறைவு செய்ய போற ஆட்சி. 10 வருஷத்துல நிறைய கொலைகள், சிறுமிகளுக்கு எதிரான குற்றங்கள், பெண்களுக்கு எதிரான குற்றங்கள் இதுதான் நடந்துகிட்டே இருக்கு. எந்த பிரச்சனைக்கும் தீர்வு ஏற்படல.
யாருக்கும் பென்ஷன் கிடைக்கல. இங்க பாருங்க, அம்மையார் அவர்கள் இங்க இருக்காங்க. பென்ஷன் இல்லாம போராட்டம் நடத்தினவங்கன்னு கேள்விப்பட்டேன். நிச்சயமா ரொம்ப உண்மையாவே நிறைய பேருக்கு உதவி செய்யணும்னு நினைச்சு அவங்க இந்த காரியத்தை கையில் எடுத்திருக்காங்க. ஆனால் இப்படிப்பட்ட பல்வேறு விஷயங்கள்ல கஷ்டங்களை ஏற்படுத்தக்கூடிய அரசு என்பது நிச்சயமாக இப்ப கேரளால மாத்தி மாத்தி அரசு வந்துட்டு இருந்துச்சு. சரி, ஒரு அரசு தப்பு பண்ணா இன்னொரு அரசாங்கம் வரும், அந்த அரசு தப்பு பண்ணா இன்னொரு அரசாங்கம் வரும். மாத்தி மாத்தி ஒரு பிரச்சனைக்கு தீர்வு இருந்துச்சு. இப்ப ஒரே பக்கமா குத்துரா ஓட்டன்னு சொல்லி குத்திக்கிட்டே இருக்கிறீங்க. அதுதான் ஏன் பண்றீங்க? என்னோட கேள்வி அது. மக்களாகிய நீங்கள் ஒரே பக்கமா ஏன் ஓட்டு போடுறீங்க? முதல்ல 5 வருஷத்துக்கு ஒரு தடவை தானே ஓட்டு மாத்தி மாத்தி போட்டுக்கிட்டு இருந்தீங்க. அதையாவது பண்ணியிருக்கலாமே. இந்த மாதிரி குழந்தை மரணங்களை தடுத்திருக்கலாம். இந்த மாதிரி பீடனங்கள், இந்த மாதிரி ரேப்பு, மர்டரு எல்லாத்தையுமே தடுக்கலாம் இல்லையா? இன்னைக்கு இத மாதிரி சம்பவங்கள் நிச்சயமாக நாட்டு மக்களுக்கு அச்சுறுத்தல் தான், குறிப்பா பெண்களுக்கு அச்சுறுத்தல் தான். ஆகையால இத மாதிரி சூழ்நிலையில பெண்களாகிய நாம் என்ன செய்யணும்? பெண் குழந்தைகளை பெற்ற தாய்மாராகிய நாம் என்ன செய்யணும்? பெண் குழந்தைகளை தங்கைகளாக பெற்ற ஆண்கள் என்ன செய்யணும்? அக்காவா இருக்கிற குழந்தைகள் இருப்பாங்க, தங்கையா இருக்கிற குழந்தைகள் இருப்பாங்க, எல்லாமே பெண்கள் தான். இவங்க விஷயத்துல தவறு நடக்கும் பொழுது நாம யாரோ ஒருத்தர் விஷயத்துல நடந்த தப்புன்னு நினைச்சு நம்ம பார்க்காம தட்டி கழிச்சிட்டு போக கூடாது. நின்னு கேள்வி கேட்கணும், போராடணும், ஆட்சியை மாத்தணும். அதுதான் ஒரே குறிக்கோளா இருக்கணும். அந்த வகையில நான் வெறும் அரசியலுக்காக பேசுறேன்னு நினைக்காதீங்க. என்னை பொறுத்தவரை இந்த மாற்றம் என்பது அரசியல் மாற்றத்திற்காக நாம் சொல்லல. நடக்கக்கூடிய காரியங்கள் நிச்சயமாக ஒரு எதிரான ஒரு சம்பவங்களை ஏற்படுத்துவதால் நீங்கள் உங்களுடைய நினைவுகளை திரும்பி பார்த்து நீங்கள் ஆட்சி கட்டிலில் யார் இருக்க வேண்டும் என்ற தீர்மானத்தை எடுக்க வேண்டும் என்று கேட்டு விடைபெறுகிறேன். நன்றி, வணக்கம். എല്ലാവരും ചെറിയ വാക്കുകളിൽ ആശംസ പറയുകയാണ്. ശ്രീ വിശ്വനാഥ പെരുമാൾ, AICC സെക്രട്ടറി. നമ്മുടെ യോഗം തീർന്നില്ല. നമ്മുടെ KC വേണുഗോപാൽ MPയും പ്രതിപക്ഷ നേതാവും പോകുന്നേ ഉള്ളൂ. பேரன்பிற்குரிய நண்பர்களே, பேரன்பிற்குரிய தோழர்களே, இடுக்கி மாவட்டத்தினுடைய வண்டி பெரியாறில் மலையகத்தை பணியாற்றிக் கொண்டிருக்கிற மலைவாழ் மலை அடிவாரத்தில் மலையக மக்களாக பணியாற்றிக் கொண்டிருக்கிற ஆதிவாசி மக்கள், ஆதி திராவிடர்கள், ஆதி அருந்ததியர்கள் போன்ற தாழ்த்தப்பட்ட மக்கள், பழங்குடி மக்கள், பிற்படுத்தப்பட்ட மக்கள் பல ஆயிரம் பேர் குறிப்பாக கேரளா மாநிலத்தில், குறிப்பாக மலையக பகுதிகளில் வாழ்ந்து கொண்டிருக்கிற பெரும்பான்மை மக்கள், அந்த பெரும்பான்மை மக்களினுடைய ஒரு குழந்தை, ஒரு சிறுமி
அந்த சிறுமி கம்யூனிஸ்ட் இயக்கத்தினுடைய தோழர்களால் மொலாஸ்டட் செய்யப்பட்டு, கம்யூனிஸ்ட் இயக்கத்தினுடைய தோழர்களால் கற்பழிக்கப்பட்டு, கம்யூனிஸ்ட் இயக்கத்தினுடைய தோழர்களால் படுகொலை செய்யப்பட்டு அவமானப்பட்டு நிற்கிற இந்த நேரத்தில் கேரளத்தில் மிகப்பெரிய ஒரு யாத்திரையை மேற்கொண்டிருக்கிற காங்கிரஸ் பேரியக்கத்தினுடைய நிர்வாகிகளை நான் மனம் திறந்து இந்த நேரத்திலே பாராட்ட கடமைப்பட்டிருக்கிறேன். அன்பிற்குரிய நண்பர்களே, பல செய்திகளை இந்த மேடையிலே சொல்லலாம், பல நிகழ்வுகளை இந்த மேடையிலே நம்மால் சொல்ல முடியும். குறிப்பாக வண்டிப்பெரியார் இடுக்கி மாவட்டத்தில் ஒரு சிறுமி, 6 வயது சிறுமி மானபங்கம் செய்யப்பட்டு படுகொலை செய்யப்பட்டிருக்கிற நிகழ்வு என்பது வன்மையாக கண்டிக்கத்தக்கது. I strongly condemn the Pinarayi Vijayan Sarkar today, the Vandi Periyar public meeting. நண்பர்களே, தோழர்களே, அதே போன்று வாளையார் பாலக்காடு மாவட்டத்திற்கு அருகாமையில் இருக்கிற வாளையார் பகுதியிலே 2 பெண்கள் தூக்கிலிடப்பட்டு கொல்லப்பட்டிருக்கிறார்கள். இதற்கு யார் காரணம்? 2 பெண்கள் தூக்கிலிடப்பட்டு கொல்லப்பட்டிருக்கிறார்கள். யார் காரணம்? பினராயி விஜயன் சர்க்கார். பினராயி விஜயன் சர்க்கார் பொறுப்பேற்றுக் கொள்ள வேண்டும். மேடையில் இருக்கிற நண்பர்கள் எல்லாம் என்னை கேட்டார்கள், மேடையில் இருக்கிற தலைவர்கள் எல்லாம் என்னை கேட்டார்கள், தமிழில் பேசுங்கள் என்று சொன்னார்கள். நான் தமிழில் பேசுகிறேன். நண்பர்களே, தோழர்களே, அரசாங்கம் என்றால் என்ன? What is a governance? What is mean by the government? VP Sajindran and Liju and Kuriakos, மேடையில் இருக்கிற லீடர்ஸ், what is meant by democracy? ஜனநாயகம் என்றால் என்ன? ஜனநாயகம் என்றால் ஆப்ரஹாம் லிங்கன் சொன்னதை போல for the people, of the people, by the people. That means மக்களுக்காக மக்களே அமைத்துக் கொள்வதுதான் அரசாங்கம். மக்களுக்காக மக்களால் அமைத்துக் கொள்வதுதான் அரசாங்கம். மக்களால் ஏற்படுத்திக் கொள்வதுதான் அரசாங்கம். அதைத்தான் ஜனநாயகத்தில், டெமோக்ரசியில் ஆஃப் த பீப்புள், ஃபார் த பீப்புள், பை த பீப்புள் என்று ஆப்ரஹாம் லிங்கன் இந்த நாட்டுக்கு சொன்னார். நான் கேட்கிறேன், பினராயி விஜயன் சர்க்காரை, வண்டி பெரியாரில் 6 வயது சிறுமி கற்பழிக்கப்பட்டு படுகொலை செய்யப்பட்டதற்கு அந்த சிபிஎம் ஒரு ஆள் காரணம் என்று சொன்னால், அந்த சிபிஎம் தோழர் காரணம் என்று சொன்னால், நான் குற்றச்சாட்டுகிறேன். I accuse, I strongly condemn, நான் வன்மையாக கண்டிக்கிறேன். இந்த குற்றத்திற்கு ஆளான அந்த சிபிஎம் டிஒய்ஐஎஃப்ஐ அந்த இளைஞனை காட்டிலும் இந்த கொலை பாதகத்திற்கு துணை போன இந்த மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் சர்க்கார் முழு பொறுப்பை ஏற்றுக்கொள்ள வேண்டும். கொலை செய்பவனை விட கொலை செய்ய தூண்டுபவனே குற்றவாளி. கொலை செய்பவனை விட கொலை செய்ய தூண்டுபவனே குற்றவாளி. கொலை செய்தவன் டிஒய்எஃப்ஐ கம்யூனிஸ்ட் இயக்கத்தினுடைய ஒரு தோழன் என்று சொன்னால், அவன் செய்த படுகொலைக்கு காவல்துறை துணையாக நிற்கிறது. அவன் செய்த படுகொலைக்கு
பினராயி விஜயன் சர்க்கார் துணையாக இருக்கிறது. அவன் செய்த படுகொலைக்கு லோக்கல் பாடி துணையாக நிற்கிறது. அவன் செய்த படுகொலைக்கு அந்த தொகுதியினுடைய கம்யூனிஸ்ட் சட்டமன்ற உறுப்பினர் துணையாக நிற்கிறார். என்னை பொறுத்தளவில் நண்பர்களே, தோழர்களே, வணக்கத்திற்குரிய காங்கிரஸ் கட்சியுடைய பொதுச் செயலாளர் கே.சி. வேணுகோபால் அவர்கள் பறஞ்சதை போல, வி.டி. சதீசன் பறஞ்சதை போல, இந்த மேடையில் தமிழ்நாட்டில் வந்திருக்கிற விஸ்வநாதன் நானும் இந்த மேடையில் கர்ஜிக்க விரும்புகிறேன். கொலைக்கு காரணமானவனான, கொலையை தூண்டுபவனான இந்த நாட்டினுடைய முதலமைச்சர் பினராயி விஜயன் உடனே இந்த ஸ்டெப் டவுன் செய்து தன்னுடைய பதவியை விட்டு தாழ இறங்க வேண்டும் என்பதுதான் என்னுடைய வன்மையான வலமையான வேண்டுகோள். The chief minister should be stepped down immediately. No time at all. There are many people to rape. There are many people to kill. There are many people to face atrocities. Sajindran, இந்த மண் வைக்கம் போராட்டம் நடத்திய மண். இந்த மண் பெண்கள் மார்பு சீலை போடாமல் இருந்த காலத்தில் வைக்கத்தில் தந்தை பெரியார் என்கிற தமிழன் வைக்கத்திற்கு வந்து போராட்டம் நடத்தி பெண்களுக்கான இடஒதுக்கீட்டிற்கும் பெண்களுடைய உரிமைக்காகவும் போராடிய இந்த மண். இந்த மண்ணில் நான் வாஞ்சையோடு கேட்டுக்கொள்கிறேன், இந்த குற்றவாளிகளுக்கு தூக்கு தண்டனை வழங்க வேண்டும். அதை நீதிமன்றமும் உறுதி செய்ய வேண்டும். காங்கிரஸ் பேரியக்கம் தன்னுடைய வழக்கறிஞர் பிரிவின் மூலமாக வாதாடி பாதிக்கப்பட்ட பெண்ணுக்கு நீதி கிடைக்க வேண்டும் என இந்த மேடையிலே கேட்டு விடைபெற்றுக் கொள்ளுகிறேன். நன்றி, வணக்கம், ஜெய்ஹிந்த். നമ്മുടെ